സർക്കാർ സ്കൂളിലാവുമ്പോ കാശൊന്നും ചെലവാവത്തില്ലല്ലോ. ഫീസ് കൊടുക്കുകയും വേണ്ട. ആണോ? അതെന്നെ. മോള് വിചാരിക്കുന്നത് പോലെ ആ സച്ചി ഇത്ര നല്ല ആളൊന്നും അല്ല. മോക്ക് സച്ചിക്കൊരു ജീവിതം കൊടുത്തൂടെ? എന്റെ മനസ്സിൽ സച്ചിക്കുള്ള സ്ഥാനം എന്താണെന്ന് ഒന്ന് ഊഹിച്ചു പറയാൻ പറ്റുമോ? ഏത് സമയത്തും എന്തിന് ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഒരു ആത്മാർത്ഥ സുഹൃത്ത്. വക്കീലിനെ അറിയാലോ, എന്റെ ജീവന്റെ പാതിയായി ഞാൻ അർച്ചനയെ സ്നേഹിച്ചു പോയി. അവളെ അല്ലാതെ മറ്റൊരു പെണ്ണിനെയും ഈ ജന്മത്തിൽ എനിക്ക് സ്നേഹിക്കാൻ പറ്റില്ല. അമ്മ മോളെ നിർബന്ധിക്കൊന്നുമല്ല. സച്ചിയോട് എന്തെങ്കിലും ഒരു ഇഷ്ടക്കുറവുണ്ടെങ്കിൽ അമ്മ പറഞ്ഞതൊക്കെ മറന്നേക്ക്. അമ്മ, എനിക്ക് സച്ചിയോട് ഒരു ഇഷ്ടക്കുറവുമില്ല. ഇഷ്ടം മാത്രമേ ഉള്ളൂ. പക്ഷെ സച്ചിയുടെ മനസ്സിൽ അർച്ചനയ്ക്ക് മാത്രം സ്ഥാനം. ഞാനെന്നല്ല, മറ്റൊരു പെൺകുട്ടിയും സച്ചിക്ക് സ്വന്തം ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ പറ്റില്ല. ഇത്രയും നാള് സച്ചിയുടെ അന്വേഷണം ഫലം കണ്ടില്ലെന്ന് കരുതി അമ്മ വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല. സച്ചിയുടെ ജീവിതത്തിൽ ഇനിയും സന്തോഷങ്ങളെന്നറിയും. അവന്റെ ജീവിതത്തിൽ ഒരു കൂട്ടില്ലാതെ ഇതെങ്ങനെ നടക്കും? അതോർത്ത് അമ്മ വിഷമിക്കണ്ട. സച്ചി ആഗ്രഹിക്കുന്നതൊക്കെ തിരിച്ചു നൽകാൻ അമ്മ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി. സച്ചിക്ക് കൂട്ടും കുടുംബമൊക്കെ തിരിച്ചു കിട്ടും അമ്മ. അതിനി അധികം താമസിക്കില്ല. ശരി അമ്മ. അയ്യോ, നിങ്ങൾ എന്തായി പറയുന്നേ? ഈ സ്കൂളിൽ നിന്ന് മാറാനോ? അതെ, ഞങ്ങൾ ഇവിടുന്ന് മാറ്റാൻ പോവാ. എന്തിനാ ഇപ്പൊ ഈ സ്കൂളിൽ നിന്ന് മാറുന്നേ? ഇവിടുന്ന് മാറല്ലേ പ്ലീസ്. ആരാ നിങ്ങളെ മാറ്റുന്നേ? സച്ചങ്ങളാണോ? അമ്മമ്മയും അമ്മൂന്റെ അമ്മയും അച്ഛനും എല്ലാരും കൂടെ പറയുന്നത് കേട്ടതാ. ഈ സ്കൂളിൽ ഫീസ് കൊടുക്കാൻ അച്ഛന് പറ്റില്ല. അതുകൊണ്ടാ ഞങ്ങളെ ഇവിടുന്ന് മാറ്റുന്നേ. ഏത് സ്കൂളിലോട്ടാ മാറുന്നേ? അടുത്ത വർഷം ഇവിടുന്ന് മാറ്റി ഗവൺമെന്റ് സ്കൂളിൽ ചേർക്കുമെന്നാ പറഞ്ഞത്. ഫ്രണ്ട്സിനെ കാണാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്ത ആവശ്യമം. അപ്പോ നമ്മുടെ 4 ഏഞ്ചൽസ് ഇവിടുന്ന് പോയാ പിന്നെ അതൊക്കെ പോയില്ലേ? നിങ്ങളല്ലാതെ ഇവിടെ ഒരു രസവും ഇല്ല. അതുമാത്രമല്ല, നമ്മുടെ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന പോലെ അവിടുത്തെ ടീച്ചേഴ്സ് പഠിപ്പിക്കോ? എല്ലാ സ്കൂളിലെ പഠിത്തവും ഒരേപോലെയാണെന്നാ അമ്മാമ്മ പറയുന്നേ. അപ്പൊ നിങ്ങൾ മാറുമല്ലേ? അങ്ങനെയാ പറഞ്ഞിരിക്കുന്നേ. നീ വിഷമിക്കണ്ട. ഇവിടുന്ന് പോയാലും നിന്നെ ഞങ്ങൾ മറക്കില്ല. ഞങ്ങൾ അച്ഛനെയും കൂട്ടി നിന്റെ വീട്ടിലേക്ക് വരും. ഇല്ലെങ്കിൽ സൺഡേ നീ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നാലേ മതി. പക്ഷേ ഇതുപോലെ എന്നും കാണാൻ പറ്റത്തില്ലല്ലോ. ദേ ബെല്ലടിച്ചു. വാ പോവാ. വാ ഇങ്ങോട്ട്. ടീച്ചർ വരുന്നതിന് മുമ്പ് ക്ലാസ്സിൽ കയറിയില്ലെങ്കിൽ അടി കിട്ടും. വാ ഗൗരി. മോളെ, ഈ പാല് കുടിക്കട്ടോ. എനിക്ക് വേണ്ട. അയ്യോ, എന്തു പറ്റി മോളെ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? എനിക്കിനി ആ സ്കൂളിൽ പോണ്ടമ്മേ. അതെന്താ പറ്റിയേ? ടീച്ചേഴ്സ് ആരെങ്കിലും മോളെ വഴക്കു പറഞ്ഞോ? പിന്നെ കൂട്ടുകാരായിട്ട് വഴക്കുണ്ടാക്കിയോ? അത് കൊള്ളാം. പിന്നെ എന്തിനാ ഇപ്പൊ സ്കൂള് മാറുന്നേ? അമ്മ ഇന്തൊക്കെ ആ സ്കൂളിൽ നിന്ന് പോവാ. അതെന്താ? മോളോട് ഇക്കാര്യം ആരാ പറഞ്ഞേ?
അമ്മു ഇന്ദു തന്നെയാ പറഞ്ഞത്. അതെന്തിനാ ഇത്ര പെട്ടെന്ന് അവർ സ്കൂൾ മാറുന്നേ? അവരുടെ പാരന്റ്സിന് സ്കൂളിലെ വലിയ ഫീസ് കൊടുക്കാൻ പറ്റുന്നില്ല. അവരേതോ ഗവൺമെന്റ് സ്കൂളിലേക്ക് മാറ്റാൻ പോവാന്നാ പറഞ്ഞേ. അവരെ സ്കൂള് മാറ്റിയ ഇനി ഞാൻ സച്ചിങ്ങളോട് മിണ്ടില്ല. ഇതാണോ കാര്യം? അവർ സ്കൂൾ മാറാനൊന്നും പോകുന്നില്ല. മോളെ വിട്ടിട്ട് അവർക്ക് അങ്ങനെ പോവാൻ പറ്റുമോ? മോള് സമാധാനായിട്ടിരിക്കെ. പക്ഷേ ഫീസ് കൊടുത്തില്ലെങ്കിൽ സ്കൂളിൽ നിന്ന് പുറത്താക്കും. അവരില്ലാത്ത സ്കൂളിൽ എനിക്ക് പഠിക്കണ്ടമ്മേ. മോളെ ചിപ്പി, എന്തു പറ്റി? യൂണിഫോം പോലും മാറിയിട്ടില്ലല്ലോ. ആഹാ, പാലും കുടിച്ചിട്ടില്ല. എന്തു പറ്റി മോക്ക്? എന്തിനാ മോളെ വിഷമിക്കുന്നേ? ടീച്ചർമാരാരെങ്കിലും മോളെ വഴക്ക് പറഞ്ഞോ? എന്താ മോളെ? അമ്മു ഇന്നു ഈ സ്കൂളിൽ നിന്ന് പോവുക. അവരിന്ന് സർക്കാർ സ്കൂളിലാ പഠിക്കുന്നത്. എന്തിനാ അവര് സ്കൂളിൽ നിന്ന് മാറ്റുന്നേ? ഫീസ് അടയ്ക്കാൻ പൈസ ഇല്ലാത്തോണ്ടാ. അതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യും മോളെ? നമ്മൾ പറഞ്ഞാലൊന്നും അവര് കേൾക്കില്ലല്ലോ. എന്നാലും അവരെന്റെ ബെസ്റ്റ് ഫ്രണ്ട്സാ. അവരില്ലാതെ ആ സ്കൂളിൽ പോവാൻ എനിക്ക് ഇഷ്ടമല്ല. എന്തായാലും നന്നായി. ആ വൃത്തിയിട്ട പിള്ളേര് സ്കൂളിൽ നിന്ന് പോകുന്നതോടുകൂടി ആ സച്ചിയും അവിടേക്ക് വരാതാവും. അതോടെ സച്ചിയും ചിപ്പിമോളും തമ്മിലുള്ള എല്ലാ ബന്ധവും അവസാനിക്കും. ഇതൊരു നല്ല അവസരമാ. ചിപ്പിമോളുടെ മനസ്സ് എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണം. മോളെ, സ്കൂൾ ഫീസ് അടയ്ക്കാൻ അവർക്ക് പൈസ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, വേണ്ടെന്ന് വെച്ചിട്ടാ. ഇനി അഥവാ ഫീസ് വേണമെങ്കിൽ നമ്മളോട് ചോദിച്ചാ പോരെ? നമ്മൾ കൊടുക്കില്ലേ? ഇതാ സച്ചി മനഃപൂർവ്വം ചെയ്യുന്നതാ. അതെന്തിനാ? അല്ല, ആ കുട്ടികൾ നല്ല സ്കൂളിൽ പഠിക്കുന്നത് സച്ചിക്ക് ഇഷ്ടമല്ല. എല്ലാ വർഷവും ഫീസ് കൊടുക്കണ്ടേ, യൂണിഫോം വാങ്ങണ്ടേ? സർക്കാർ സ്കൂളിലാവുമ്പോ കാശൊന്നും ചെലവാവത്തില്ലല്ലോ, ഫീസ് കൊടുക്കുകയും വേണ്ട. ആണോ? അതെന്നെ. മോള് വിചാരിക്കുന്നത് പോലെ ആ സച്ചി ഇത്ര നല്ല ആളൊന്നും അല്ല. പിന്നെ മോളുടെ കൂട്ടുകാരിയുടെ അച്ഛനായതുകൊണ്ടും മോൾക്ക് അയാളോട് ഇഷ്ടമുള്ളതുകൊണ്ടും അമ്മ ഒന്നും പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. സത്യമാണോ അമ്മേ? സത്യം. എന്റെ മോളോട് അമ്മ കള്ളം പറയോ?